പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ ബിഗ് ബോസ് അന്വേഷണത്തെ കുറിച്ചുള്ള കൊച്ചു കൊച്ചു അന്വേഷണങ്ങളുമായി ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് 1-ാം വാർഡ് മെമ്പർ ജൂബി മാത്തുചേട്ടൻ്റെ അടുത്താണ്. നമുക്ക് ആളുമായിട്ടൊന്ന് സംസാരിക്കാം. ജൂബിയേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ അനീഷിൻ്റെ വാർഡ് മെമ്പറാണ്. അപ്പോൾ അനീഷിനെ കുറിച്ച് എങ്ങനെയാണ് ആള് ബിഗ് ബോസിൽ പോയത്, എന്താണ് ആളെ കുറിച്ചുള്ള ഒരു 2 വാക്കൊന്ന് പറയാൻ പറ്റും? ഞങ്ങളുടെ വാർഡില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അനീഷ് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അവൻ ആദ്യം ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു സാഹിത്യ അക്കാദമി ഹാളിൽ. ഞാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പുസ്തക പ്രകാശനത്തിൽ. അങ്ങനെ ശരിക്കും പറഞ്ഞ പുസ്തകത്തിന്റെ ലോകത്ത് ഒതുങ്ങി ജീവിക്കുന്ന ഒരാളായിരുന്നു. പെട്ടെന്നാണ് ബിഗ് ബോസിലെ കണ്ടപ്പോൾ നമ്മളൊരു ആശ്ചര്യപ്പെട്ടു പോയി അവന് വേണ്ടിയിട്ട്. ഈ ബിഗ് ബോസിലേക്ക് അവനൊരു എൻട്രി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു ഭാഗ്യമാണ്. അത് നമ്മൾ പറഞ്ഞ ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ അവൻ അതിൽ കയറി. പക്ഷെ ഇപ്പൊ പറഞ്ഞ ആളുകളുടെയൊക്കെ എല്ലാം ഇഷ്ടങ്ങളൊക്കെ പിടിച്ചു പറ്റി ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റ് ഓഫ് 5 അവർ വന്ന് പെട്ടിരിക്കുക. അപ്പോൾ ഇനി ഒരു നല്ല രീതിയിൽ സമ്മാനമൊക്കെ മേടിച്ച് വരാൻ പറ്റുന്ന വിചാരിക്കുന്നത്. ജനങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ ആളുകളൊക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട് അനീഷിന്. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് കോടന്നൂരിന്റെ പേര് തന്നെ, നമ്മുടെ വാർഡിന്റെ ഒക്കെ പേര് നല്ല രീതിയിൽ ഉയർത്തി കൊണ്ടുവന്ന ഒരാളാണ്. അപ്പൊ എവിടെ ചെന്നാലും ചോദിക്കും അന്വേഷണ നാട്ടുകാർ, കോടന്നൂർ എന്ന് പറയുമ്പോൾ ചോദിക്കും അന്വേഷണ നാട്ടുകാരനല്ലേ എന്ന് ചോദിക്കും. ആ രീതിയിലേക്കൊക്കെ ആയിപ്പോ. അപ്പൊ നമുക്ക് അവൻ മൂലം നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം തന്നെയാണ്. തീർച്ചയായിട്ടും ഭയങ്കര നല്ലൊരു രീതിയിലല്ലേ. അനീഷ് ഒരു വിന്നർ ആവട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. തീർച്ചയായിട്ടും ഞങ്ങള് അവനൊരു വിന്നറായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹം. അവന് വേണ്ടി ഒരു സ്വീകരണം കൊടുക്കാൻ പോലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതില് നമ്മുടെ നാട്ടുകാരൊക്കെ വോട്ട് ചെയ്യുന്നുണ്ടോ? നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നാട്ടുകാരെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട് അവന്. ആദ്യം ഇവൻ അറിയപ്പെടാതെ പോയത് എന്താ വെച്ചിട്ടുണ്ടെങ്കില്, ഇവൻ ശരിക്കും പറഞ്ഞ ഒരു എഴുത്തിന്റെ ലോകത്താ. അതുകൊണ്ടാണ് ഒരു പൊതുപ്രവർത്തനാണെങ്കിൽ എല്ലാവരും അറിയപ്പെടില്ല അവൻ. അനീഷ് എന്തായാലും ഈ ബിഗ് ബോസ് നേടട്ടെ, നമ്മുടെ നാട്ടിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവരോടും പറയാം, ഇതൊരു വോട്ട് ചെയ്യല് അനീഷിന് ചെയ്യാൻ വേണ്ടി പറയാം അല്ലെ? അല്ല, അത് തീർച്ചയായിട്ടും വോട്ട് ചെയ്ത് എല്ലാവരും വോട്ടും കൂടെ അവന് വേണം. പിന്നെ എല്ലാവരും പ്രാർത്ഥന, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് അവൻ വിജയിച്ചു വരുന്നത് കാണാനായിട്ട്. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, അവന്റെ വാർഡ് മെമ്പർ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്ത അനീഷിന്റെ വാർഡ് മെമ്പറോട് ഒരു നന്ദി പറയാം. ശരി.